വേദിയുടെ അധ്യക്ഷൻ, ഇവിടെ പ്രസംഗിച്ച ബഹുമാനപ്പെട്ട ഈ കേരള വിഷൻ്റെ കൂടി MD-യുമായ ശ്രീ പ്രവീൺ മോഹൻ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട അതിഥികളെ, സ്നേഹിതരെ, കേരള വിഷനുമായിട്ട് എനിക്ക് കുറേ കാലത്തെ ബന്ധമുണ്ട്. അത് വളരെ വൈരുദ്ധ്യമുള്ളൊരു ബന്ധമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അക്കാലത്ത് ഇവിടെ ഒരു സ്വതന്ത്ര മാധ്യമ ഒരു പ്രസ്ഥാനം വന്ന സാഹചര്യത്തിൽ അത് തന്നെ ഒരു കുത്തകയായി വ്യാഖ്യാനിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിട്ടുണ്ട്. അത് നമുക്ക് തെറ്റു പറയാനും പറ്റില്ല. കാരണം കേബിളും സാറ്റലൈറ്റും ഒത്തുചേർന്ന് പുതിയൊരു സംരംഭം വരുന്നു. അതിനൊരു കോർപ്പറേറ്റ് സ്വഭാവം ഇല്ലായിരുന്നു. കാരണം കോർപ്പറേറ്റുകൾക്ക് സാധാരണ ഒരുപാട് പണമുണ്ടാവും. ഇത് ഒരു പൈസ ഇല്ലാതെ തുടങ്ങിയ ഒരു സംരംഭമാണ്. എന്നാലും അതിൻ്റെ പ്രവൃത്തി എന്ന് വേണമെങ്കിൽ പറയാം ഒരു കമ്പനിയായിരുന്നു. അപ്പോൾ അതിന് തൊട്ടടുത്ത് അതിന് ആണ് കേരള വിഷനും ഒരു ബദൽ സംവിധാനമായിട്ടാണ് അന്ന് വരുന്നത്. ഏഷ്യാനെറ്റ് കേബിളിനൊരു ബദൽ സംവിധാനമായിട്ടാണ് കേരള വിഷൻ എന്നൊരു സങ്കല്പം വേണമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വന്നത്. എന്നാൽ അത് തമ്മിലുള്ള വ്യത്യാസം ഇന്നാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതുള്ളതാണ് സത്യം. ഇത് ഞാൻ അതിനുള്ള ഒരു ഉത്തരവാദിത്വമൊക്കെ ഏറ്റുകൊണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം കോർപ്പറേറ്റുകൾക്ക് അവരുടെ ഒരു അനിവാര്യമായ സ്വഭാവമുണ്ട്, അതിന് അനിവാര്യമായൊരു തീരുമാനമുണ്ട്. ആ രീതിയിലല്ലാതെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ അനുഭവത്തിൽ തന്നെ നമ്മൾ തുടങ്ങുമ്പോൾ ഒരു നവോത്ഥാന പ്രസ്ഥാനമായിരിക്കണം, ഒരു പുരോഗമന സ്വഭാവമുള്ള പ്രസ്ഥാനമായിരിക്കണം എന്നൊക്കെ വാശിയോടെയാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നവരെല്ലാം ഒരുമിച്ച് തുടങ്ങുന്നത്. നമ്മളൊരു സൗഹൃദമായിരുന്നു. തുടക്കത്തിൻ്റെ തന്നെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു സൗഹൃദ രൂപമുള്ളൊരു പ്രസ്ഥാനമായിരുന്നു. എന്നാൽ ക്രമേണ അത് വിജയിച്ചു വരുമ്പോഴാണ് അതിൻ്റെ തനി നിറം പുറത്തു വരിക എന്നുള്ളതാണ് സത്യം. ഇത് കോർപ്പറേറ്റുകളുടെ ഒരു സ്വഭാവമാണ്. എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇത് വന്നിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നു, നമ്മൾ അർത്ഥവത്തായ പരിപാടികളെ സംരക്ഷണം ചെയ്യുള്ളൂ. ജനങ്ങൾക്കൊരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട്, ഒരു ട്രാൻസ്ഫോർമേറ്റീവ് പ്രോഗ്രാമിംഗ്, പ്രോഗ്രസീവായിരിക്കണം. ഇതൊക്കെ ഒരു 2-3 കൊല്ലം 4 കൊല്ലം വേണ്ടി നമ്മൾ പിടിച്ചു നിൽക്കുകയും ചെയ്യും. പിന്നെ ഒരു സീരിയൽ, ഞാൻ ഈ പറഞ്ഞ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ആ സീരിയലിൻ്റെ പേര് സ്ത്രീ എന്നായിരുന്നു. അത് വന്നതോടെ നമ്മുടെ എല്ലാ തത്വവും, എല്ലാ ആ ഒരു മിഷനും തകരും എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. കാരണം നമുക്ക് പൈസയില്ല, ഇതാണെങ്കിൽ കത്തിപ്പോകുന്നു. ഇപ്പോൾ മാർക്കറ്റിംഗ് ഡിവിഷൻ പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ കൂടുതൽ പ്രോഗ്രാംസ് വേണമെന്നാണ്. എന്നാലും നമ്മൾ ചിലതൊന്നും സമ്മതിക്കില്ല, ചിലതൊക്കെ സമ്മതിക്കേണ്ടി വരുന്നു. അപ്പോൾ ഒരു പ്രവൃത്തിയുടെ രൂപം എന്താണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. കേരള വിഷൻ ആണെങ്കിൽ അങ്ങനെയല്ല വരുന്നത്. അതൊരു കൂട്ടായ്മ, വേറൊരു രീതിയിലാണ് വരുന്നത്. കേബിൾ ഓപ്പറേറ്റേഴ്സ് എല്ലാം കൂടി ഒരു ബദൽ സംവിധാനമാണ് ഉണ്ടാക്കുന്നത് ആ സമയത്ത്. അതിൻ്റെ മുൻവരിയിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയുടെ ഓർമ്മയിലാണ് ഇന്ന് ഈ പരിപാടി നടക്കുന്നത്. NH അൻവറിൻ്റെ ദീർഘ കാഴ്ച, വിഷൻ, അതിൻ്റെ ഫലമാണ് ഇന്ന് കേരള വിഷൻ, നേരത്തെ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞ പോലെ, ഇന്ന് വലിയ കുത്തകൾക്ക് അതോടൊപ്പം നിൽക്കാവുന്ന ഒരു രീതിയിൽ വളർന്ന ഒരു വലിയ സംരംഭമായി മാറുന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 1000 കോടിയോളം ഒറ്റയാണ് അവരുടെ റവന്യൂ.
ഇത് ചെറിയൊരു നേട്ടമൊന്നുമല്ല. ദിസ് ഇസ് എ ഹ്യൂജ് അക്കോംപ്ലിഷ്മെൻറ്റ്. അത് സാധിച്ചെടുക്കുന്നതിന് ഇവർ സക്സസ്ഫുൾ ആയതിൽ എനിക്ക് ആദ്യം തന്നെ എൻ്റെ അഭിനന്ദനങ്ങൾ. കേരള വിഷനിലെ എല്ലാവരും, പ്രത്യേകിച്ചും അതിൻ്റെ നേതൃത്വത്തിൽ ഉള്ള പലവരെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. ശ്രീ ഗോവിന്ദനായാലും വിജയകൃഷ്ണനായാലും പലരും എൻ്റെ സുഹൃത്തുക്കളാണ്. എനിക്ക് അന്നേ അറിയാമായിരുന്നു ഇവർ മുന്നോട്ട് തന്നെ പോകും. മുന്നോട്ട് വച്ച എന്താ പറയുക, ഒരു സ്റ്റെപ്പ് പിന്നോട്ട് എടുക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. അത് അവർ ചെയ്ത് കാണിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ തീരുന്നില്ല. പുസ്തകങ്ങളുടെ സ്വഭാവം മാർക്സിസത്തിൽ പറയും പ്രിമിറ്റീവ് അക്യൂമുലേഷൻ. അതൊരു ഹാബിറ്റാണ്, അതൊരു ഇമ്പൾസാണ്, ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പരേറ്റീവാണ്. പൈസ കൂടുന്തോറും കൂടുതൽ പൈസ ഉണ്ടാക്കുക. അക്യൂമുലേഷൻ ഓഫ് ക്യാപിറ്റൽ, അക്യൂമുലേഷൻ ഓഫ് ക്യാപിറ്റൽ, അക്യൂമുലേഷൻ ഓഫ് വെൽത്ത്. ആ ഒരു സ്വഭാവം നമ്മൾ കാണുന്നു, ലോകമൊട്ടാകെ കാണുന്നു. ഇന്ന് നമ്മൾ നേരിടുന്നത് ഡിജിറ്റൽ ക്യാപിറ്റലിസം എന്നുള്ളൊരു ഭയാനകമായൊരു വെല്ലുവിളിയാണ്. അത് നയിക്കുന്നവരിൽ ഒന്ന് രണ്ട് പേരുകളോട് പറഞ്ഞു. മസ്ക്, പലരുണ്ട്. ബേസോസ് എന്ന് പറയാം, നമ്മുടെ എക്സിൻ്റെ, ഞാൻ പേരെടുത്ത് എല്ലാവരും പറയുന്നില്ല, സുക്കൻബർഗ്. ഈ 5-6 കുത്തക ഡിജിറ്റൽ ക്യാപിറ്റലിസ്റ്റിൻ്റെ സ്വത്ത് അല്ലെങ്കിൽ അവരുടെ നെറ്റ് വർത്ത് നോക്കിയാൽ വേണമെങ്കിൽ ഒരു 10-50 സ്വതന്ത്ര രാജ്യങ്ങളുടെ നെറ്റ് വർത്തിൻ്റെക്കാട്ടിലും കൂടുതലായിരിക്കും ലോകത്തിലെ. അപ്പം ദേ ആർ എ ലോ അൺ ടു ദെംസെൽസ്, ദേ ആർ എ ഇക്കണോമിക് ലോ അൺ ടു ദെംസെൽസ്. അവർക്ക് കൂട്ടായി ഒരു നമ്മുടെ ട്രംപിനെ പോലെ ഒരു US ഭരിക്കുന്നൊരു പ്രസിഡൻറ്റും വരുമ്പോൾ അതിൻ്റെ അപകടം നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ലോകത്തിലെ എല്ലാ ഇക്കണോമിക് ഓർഗനൈസേഷനും ഓർഡറും അട്ടിമറിച്ച് പുതിയ ഒരു ഇക്കണോമിക് സിസ്റ്റം തന്നെ രൂപീകരിക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. അതിലവർ വിജയിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം അത് അങ്ങനെ വിജയിക്കണമെങ്കിൽ ലോകത്തിലെ എല്ലാവരും ദേ മസ്റ്റ് ബി ഓഫ് എ സ്ലേവിഷ് മെൻറ്റാലിറ്റി എന്നെനിക്ക് തോന്നുന്നില്ല. എന്നാലും അത് വലിയൊരു അപകടം തന്നെയാണ്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് കേരള വിഷൻ എന്ന് പറയുന്ന ഒരു മാതൃകാപരമായ എൻ്റെ അഭിപ്രായത്തിൽ, ഇന്ത്യയിൽ എനിക്ക് ഇങ്ങനെ വേറൊരു ഉദാഹരണം എടുത്തു പറയാനില്ല എൻ്റെ അറിവിൽ. മാധ്യമരംഗത്തിൽ പ്രത്യേകിച്ചും നമ്മൾ നേരിടുന്ന പോലെ ഇപ്പോൾ ഇവിടുത്തെ വലിയ കുത്തകകൾ, അംബാനി ആയാലും അദാനി ആയാലും, ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ അവർ തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു, അവരവരുടെ പോക്കറ്റിലാക്കി കഴിഞ്ഞു. നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രത്യേകത, നമ്മുടെ മാധ്യമങ്ങളുടെ ഉടമസ്ഥത ആരുടെ കയ്യിലാണെന്നുള്ളതിൽ ഒരു കൃത്യമായ ഒരു വിവരം ആർക്കും ഇല്ല എന്നുള്ളതാണ്. നമ്മൾ മീഡിയ മാപ്പിംഗ് എന്ന് പറയും. കാരണം ഉടമസ്ഥനെന്ന് നമ്മൾ പ്രത്യക്ഷമായി അറിയുന്നതോ കാണുന്നതോ അല്ല ഉടമസ്ഥൻ. അതിൻ്റെ പിന്നിൽ അന്വേഷിച്ചാൽ അറിയാം, ഈ 1, 2, 3 പേരിൽ ചെന്ന് ചേരുമത്. അവരായിരിക്കും ശരിക്കും കൺട്രോളിങ് ഫാക്ടേഴ്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വാർത്താവിനിമയം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിച്ച പോലെ അതിലൊരു വ്യത്യസ്തത ഉണ്ടാവില്ല. അത് ബിക്കംസ് വെരി ഹോമോജിനസ്. എല്ലാവരും ഒരേ വാർത്തയാണ് പറയുന്നത്. ആ വാർത്ത ഒന്നിലോ ഭരണകൂടങ്ങൾക്ക് അനുകൂലമായതോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് അനുകൂലമായതോ അല്ലെങ്കിൽ ആ രീതിക്ക് അനുകൂലമായ രീതിയിലുള്ള വാർത്തകൾ മാത്രമായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു അവസ്ഥ. എന്നാൽ ഈ അവസ്ഥ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം എന്താണ്? അതൊരു സാങ്കേതിക സാഹചര്യമാണ്.
വാട്ട് യു കോൾ ഡിജിറ്റൈസേഷൻ, പ്രത്യേകിച്ച് മാധ്യമരംഗത്ത്. നമ്മൾ ആനലോഗിൽ നിന്നും ഡിജിറ്റലിൽ നിന്നും മാറുന്ന ഒരു വിപ്ലവകരമായ ഒരു മാറ്റം, ദ ഷിഫ്റ്റ് ഫ്രം ദി ആനലോഗ് ടു ദ ഡിജിറ്റൽ. അതൊരു സാങ്കേതിക മാറ്റം മാത്രമായി ചുരുക്കരുത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം. അങ്ങനെ ചുരുക്കിയാൽ ഈ വെല്ലുവിളിയെ നമുക്ക് നേരിടാൻ പറ്റില്ല. ഡിജിറ്റൽ എന്ന് പറയുന്നത് ഒരു സാങ്കേതിക പ്രക്രിയയാണ്, എന്നാൽ ഒരു സാംസ്കാരിക പ്രക്രിയയുമാണ്. ഡിജിറ്റൽ റെവല്യൂഷൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അനലോഗ് ടു ഡിജിറ്റൽ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ വിശ്വസിച്ച ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക അസ്യൂം ചെയ്ത ഒരുപാട് ഹൈറാർക്കീസ്, സോഷ്യൽ ഹൈറാർക്കീസ്, അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ചില ഓർഡേഴ്സ്, അതൊക്കെ തകരുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഹൈറാർക്കീസ് കൊളാപ്സ് ഡിജിറ്റൽ ഓർഡറിൽ. കോസ് ആൻഡ് എഫക്റ്റ്, നമ്മളൊരു ഹൈറ്റ് ആൻഡ് ഡെപ്ത് ഉള്ളൊരു സമൂഹത്തിൽ നിന്ന് നമ്മളൊരു ഫ്ലാറ്റ് വേൾഡിലേക്ക് മാറുന്നു. ഫ്ലാറ്റിസമാണ് ഡിജിറ്റലിൻ്റെ ഒരു പ്രാധാന്യം, അതിനൊരു സവിശേഷത. കോസ് ആൻഡ് എഫക്റ്റ്, നമ്മൾ സാധാരണ വരുന്നു ഐ തിങ്ക് ദെർഫോർ ഐ ആം, ലോജിക്, സീക്വൻസ്, അതിനൊന്നും വലിയ പ്രാധാന്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ സൗണ്ട് ബൈറ്റ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ന്യൂസ്, സ്മോൾ റീൽസ്, 30 സെക്കൻഡ്സ് 20 സെക്കൻഡ്സ്, ഇന്നത്തെ നമ്മുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞാൽ അതാണ്. അതിൽ കൂടുതൽ ഒരാളെ നമുക്ക് ആകർഷിച്ച് നമ്മുടെ സ്ക്രീനിൻ്റെ മുമ്പിൽ നിർത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം we are into a realm of flatism, of simultaneous perception, of multitudinous perception, of pluralism. ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മാധ്യമ രംഗത്താണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കഥ പറഞ്ഞു പോകുന്ന ഒരു രീതിയുണ്ടല്ലോ. ഈ പുതിയ തലമുറ, പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ പുതിയ തലമുറയായിട്ട് ഒരുപാട് 10-25 കൊല്ലം ഒരു കോളേജ് ഓഫ് ജേർണലിസത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് എനിക്കറിയാം. അവരൊന്നും പത്രം വായിക്കുന്നില്ല, ടെലിവിഷൻ കാണുന്നില്ല, എന്നാൽ അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ എല്ലാം അറിയാം. നമുക്ക് ആവശ്യമുള്ളതല്ല അവർക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അവർക്ക് വലിയ ഉത്തരം കിട്ടില്ല, പക്ഷെ അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഉത്തരവില്ല. ഏതിനാണ് പ്രാധാന്യം എന്നുള്ളത് നമ്മളല്ല തീരുമാനിക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അവർക്ക് പറയാനുള്ളതും കൂടി കേൾക്കണം. On a realm of flatism, they have breadth of knowledge. ജീവിതത്തിൽ ഹൈറ്റ് ആൻഡ് ഡെപ്ത് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ബ്രെത്ത് എന്നുള്ളത് നമ്മുടെ സങ്കല്പമാണ്, സെഞ്ചുറീസ് ആയിട്ടുള്ള സങ്കല്പമാണ്. അത് അട്ടിമറിച്ചിട്ടുള്ള ഒരു പ്രക്രിയയാണ് നമ്മൾ കാണുന്നത് ഡിജിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ. ബ്രെത്തിന് പ്രാധാന്യം കൊടുക്കുക. എല്ലാത്തിനെ പറ്റിയും അറിവുണ്ട്, എല്ലാത്തിനെ പറ്റിയും. അതുകൊണ്ടാണ് ഈ ഇൻ്റർനെറ്റിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഇൻ്റർനെറ്റിൽ പോയാൽ നമുക്ക് കിട്ടും. അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയെങ്കിൽ യു ക്യാൻ ഗോ ഇൻ ടു ഇറ്റ്. ഹൈപ്പർ ടെക്സ്റ്റ് മോഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ലാംഗ്വേജ് എന്നാണ് വിശേഷിപ്പിക്കുക അതിനെ. ആ രീതിയിൽ നമ്മൾ ജ്ഞാനം എന്താ പറയുക, വെൻ യു അക്വയർ നോളജ് ലൈക്ക് ദാറ്റ് ഈസ് an unprecedented way of learning. It's an autonomous way of learning. അതിന് യൂണിവേഴ്സിറ്റീസിൻ്റെ കാര്യം ഉണ്ടോ? ഉണ്ട്. ഇല്ല. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വളരെ പ്രഖ്യാതമായ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഓൺലൈനായി മാറുന്നതും. കാരണം ദേ ആർ അക്വയറിങ് പീപ്പിൾ അക്രോസ് ദ റെൽം. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇന്നത്തെ ഡിജിറ്റൽ ക്യാപിറ്റലിസം നമ്മൾ വിശേഷിപ്പിക്കുന്നവർ എത്ര പേര് യൂണിവേഴ്സിറ്റീസിൽ പോയിട്ടുണ്ട്? നിങ്ങളുടെ ആപ്പിളിൻ്റെ ഫൗണ്ടർ അടക്കം പോയിട്ടുണ്ടെങ്കിൽ എത്ര പേര് ആ യൂണിവേഴ്സിറ്റി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്? ഇതൊന്നും ഞാൻ ഒരു മാതൃകയായിട്ട് പറയല്ല ചെറുപ്പക്കാരോട്. കാരണം നിലവിലുള്ള യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിൽ അവർക്ക് വിശ്വാസമില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് അവർക്ക് യാതൊരു ഉപയോഗമില്ല. അതിനെ മറികടന്നൊരു പുതിയ ലോകമാണ് അവരുണ്ടാക്കുന്നത്, സൃഷ്ടിക്കുന്നത്. സിലിക്കോൺ വാലിയിലുള്ള വർക്ക്ഷോപ്സ് എന്ന് വെച്ചാൽ കാർ ഷെഡിലാണ് ഈ റെവല്യൂഷൻ തുടങ്ങുന്നത്. സിലിക്കോൺ വാലി. കാരണം ഓഫീസൊന്നും എടുക്കാൻ വലിയ പൈസയില്ല. ഒരു ബിൽഡിങ്ങിൻ്റെ കാർ ഷെഡ് വാടക എടുത്തിട്ട് അവിടെയാണ് നമ്മൾ ഈ പറയുന്ന മെറ്റ എന്ന് ഇന്ന് വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഫേസ്ബുക്ക്,
എന്നൊക്കെ പറയുന്നതിൻ്റെ ഉൽപ്പന്നം നടക്കുന്നത്. സോ ദി ഹോൾ ഐഡിയ ഓഫ് എ ഡിജിറ്റൽ വേൾഡ്, അതിനൊരു ഒരു ഒരു റവന്യൂ മോഡൽ ഉണ്ടോ എന്ന് അന്ന് ആരെങ്കിലും ചോദിച്ചാൽ ചിരിക്കും നമ്മൾ. ഇതിനെന്താ റവന്യൂ മോഡൽ? ഒരുപാട് പേര് നിങ്ങൾ പറയുന്നത് കാണുകയും ചിരിക്കും, പക്ഷെ അതിനെ മോണിറ്റൈസ് ചെയ്യുന്നു അവർ. ഇന്നത്തെ ബിഗസ്റ്റ് മാധ്യമത്തിൽ ഏറ്റവും കൂടുതൽ റവന്യൂ റീപ്പ് ചെയ്യുന്നത് ആരാണ്? ഗൂഗിളാണ്, അല്ലെങ്കിൽ ഫേസ്ബുക്കാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ്, അല്ലേ, ട്വിറ്ററാണ്. അതിൽ പ്രവർത്തിക്കുന്നവർക്ക് തന്നെ ലാഭമുണ്ടാക്കാൻ പറ്റും. നമ്മൾ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറയുന്നില്ലേ, മലയാളത്തിലുണ്ട് ഒരുപാട്, നമുക്കൊന്നും അറിയാത്ത പേരുകളായിരിക്കാം, ചെറുപ്പക്കാർക്കറിയാം. സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് 10-12 ലക്ഷം ഒരു മാസം ഏൺ ചെയ്യുന്ന സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് കേരളത്തിൽ തന്നെ. കേരളത്തിന് പുറമെ അതിലും ഒരുപാട് കൂടുതൽ. എന്നുവെച്ചാൽ ഒരു കൊല്ലം 1-2 കോടി. അത് അവരുടെ ലാഭം. അവർക്ക് കിട്ടുന്നത് ഒരു ചെറിയ ശതമാനമാണ്. ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്ന ഒരു 5-10, മാക്സിമം 7-8% ആണ് കിട്ടുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിൻ്റെ ദി ലെവൽ ഓഫ് റവന്യൂ ദാറ്റ് ഇസ് കമ്മിങ് ഇൻ ദാറ്റ് സ്പേസ്. ഇതിനെന്താ റവന്യൂ മോഡൽ എന്ന് ചോദിച്ചതാണ്. അപ്പം ഇന്നും പത്രമാധ്യമങ്ങൾ ഡിജിറ്റലായി മാറുമ്പോൾ അവരുടെ ഒരു പ്രതിസന്ധി, മാധ്യമങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് കിട്ടുന്നുണ്ട്, അത് പ്രസിദ്ധീകരിക്കുന്നു, അഡ്വർടൈസ്മെൻറ്റ് റവന്യൂ വരുന്നു. നമുക്കറിയാം പത്രമാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അഡ്വർടൈസ്മെൻ്റ് ആണ് മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ. കേരളത്തിൽ വേണമെങ്കിൽ സബ്സ്ക്രിപ്ഷനും അതിന് വലിയൊരു പങ്കുണ്ടെന്ന് പറയാം. ഇന്നത്തെ പ്രൊപ്പോർഷൻ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. ഗൗരിദാസനാർക്കൊക്കെ അറിയാമായിരിക്കും. എൻ്റെ അറിവിൽ അത് 60% അല്ലെങ്കിൽ 70% അഡ്വർടൈസിങ്, 30-40% സബ്സ്ക്രിപ്ഷൻ റവന്യൂ. അതായത് നമ്മൾ 5-10 ഉറുപ്പ്യ കൊടുക്കുന്നില്ല, അത് ഈ 2 വരെയേ ഉള്ളൂ. പിന്നെ അടുത്ത കാലത്ത് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ വലിയൊരു സംഭവം നടത്തുന്നുണ്ട്. അവർ ഓരോ ലിറ്റ് ഫെസ്റ്റ് നടത്തും, അല്ലെങ്കിൽ ഒരു സ്റ്റാർ ഷോ നടത്തും. അങ്ങനെ അതിൽ നിന്നും ഒരുപാട് സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് കംസ്. അപ്പം ഇതിൽ നിന്ന് മാറ്റി ഡിജിറ്റലിലേക്ക് മാറുമ്പോൾ അവർക്ക് റവന്യൂ മോഡൽ എന്താണെന്നറിയില്ല. അപ്പോൾ എപ്പോഴും മിക്കവാറും റവന്യൂ മോഡൽസൊക്കെ ഈ പത്രത്തിൽ നിന്നതുകൊണ്ട് സബ്സിഡൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോഡൽ ഇല്ല. കാരണം ചെറുപ്പക്കാർ നോട്ട് യെറ്റ് വില്ലിംഗ് ടു പേ. ഞാനൊരു പോർട്ടൽ തുടങ്ങിയാൽ അതിന് 10-12-15 ലക്ഷം ആൾക്കാർ എനിക്ക് വ്യൂവർഷിപ്പ് ഉണ്ടാവും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, കാരണം അത് വേരിഫയബിൾ ആണ്. ഡിജിറ്റലിൽ നമുക്ക് എല്ലാം വേരിഫൈ ചെയ്യാൻ പറ്റും. എന്നാൽ അത് മോണിറ്റൈസ് ചെയ്യാനുള്ളൊരു എന്താണെന്ന് അറിയില്ല, എങ്ങനെയാണെന്ന് അറിയില്ല. ബട്ട് ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് ടൈം. അത് ഇന്നല്ലെങ്കിൽ നാളെ നടക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു മാധ്യമരംഗത്തിൻ്റെ സ്വഭാവം തന്നെ വളരെ ഉടനെ, എനിക്കൊന്ന് ഒരു 5-10 കൊല്ലത്തിനുള്ളിൽ വളരെ വിപ്ലവകരമായി മാറും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇതൊക്കെയാണ് മാറ്റങ്ങൾ. അപ്പം ഈ മാറ്റങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം ഇതിൻ്റെ സാധ്യതകളെ പറ്റി ഞാൻ പറയാണ്. ഒരു ബദൽ സംവിധാനം എന്ന് എന്താ പറയുക തീരുമാനിച്ച് എനിക്ക് ഇതാണ് ബദൽ സംവിധാനം എന്ന് പറയാനുള്ളൊരു, അങ്ങനെ ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടുമില്ല. അതിനെപ്പറ്റി ആലോചിച്ചാൽ തന്നെ ഒരു മറുപടി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ സാധ്യതകൾ, അതേസമയം കുത്തകകൾ, ഈ ഡിജിറ്റൽ, ഈ കാർ ഷെഡിൽ നിന്നും, സിലിക്കോൺ വാലിയിൽ കാർ ഷെഡിൽ നിന്നും വന്നവരാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ ക്യാപിറ്റലിസ്റ്റായി മാറുന്നത്. അതും ഒരു സത്യാവസ്ഥയാണ്. അവരായിരുന്നു അന്നത്തെ പോരാളികൾ, അവരാണ് ഇന്നത്തെ നമ്മുടെ എതിരാളികൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇതാണ് അതും നടക്കുന്നത്. ഈ ടെക്നോളജിക്കൽ ലാൻഡ്സ്കേപ്പ് മാറുന്നത് വേഗത, അതിൻ്റെ തീവ്രമായ വേഗതയോടുകൂടിയാണ് മാറുന്നത്. അതുകൊണ്ട്
ഈ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ കാലഘട്ടം അല്ലെങ്കിൽ അനലോഗ് വേൾഡിൻ്റെ കാലഘട്ടത്തിൽ 10-50 കൊല്ലം എടുക്കുന്ന കാര്യം ഇന്ന് നമുക്ക് 5-10 കൊല്ലം കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ പറയുന്ന ഫേസ്ബുക്ക്, അനലോഗ്, ഇതൊക്കെ എത്ര കൊല്ലമായി വന്നിട്ട്? 2000 തുടങ്ങുന്നത്, 25 കൊല്ലമായിട്ടില്ല. അത് ഒരു ചെറിയൊരു കാലഘട്ടമാണ് സത്യം പറഞ്ഞാൽ. എന്നാൽ മാറ്റങ്ങൾ വളരെ വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ. അത് ഇനിയും ആക്സെൻച്വേറ്റ് ചെയ്ത് ആക്സിലറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ളതാണ് സത്യം. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ കോർപ്പറേറ്റിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്, ഇപ്പം കേരള വിഷൻ്റെ എന്താ പറയുക, റവന്യൂ ഒക്കെ നോക്കിയാൽ അതിനൊരു കോർപ്പറേറ്റ് എന്ന് വിശേഷിപ്പിക്കാം. പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെയല്ല. അതുകൊണ്ടതല്ല. ഇറ്റ്സ് എ ഡെമോക്രാറ്റിക് എൻറ്റിറ്റി. അതിപ്പോഴും ഇവിടെ വാദിക്കുന്നത് ഒരു ബദൽ സംവിധാനം വേണമെന്നുള്ളതാണ്. അപ്പോൾ ചെറുകിട ഓപ്പറേറ്റേഴ്സ് ചിലപ്പോൾ പറയും ഇതിനെതിരാണോ പറയുന്നതെന്ന് ചോദിക്കാൻ ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇത് കാരണം ഇതൊക്കെ അവരുടെ ഒരു കൂട്ടായ്മയാണ് എന്ന് അവർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് എൻ്റെ സത്യം. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വലിയ മാതൃക തന്നെയാണ്. അപ്പോൾ ഇത് ലാഭമുണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് വിതരണം ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ആ ലാഭം തന്നെ എടുത്ത് കൂടുതൽ അതിന് ബിസിനസ്സിനെ എന്താ പറയുക ആംപ്ലിഫൈ ചെയ്യാൻ ഉപയോഗിക്കുമായിരിക്കും. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് തന്നെ ഒരു വളരെ വിഷമമുള്ളൊരു സംഭവമാണ് ഈ പുതിയ കാലഘട്ടത്തിൽ. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകും റവന്യൂ. വാട്ട് ഈസ് എ റവന്യൂ മോഡൽ? വാട്ട് ഈസ് എ പ്രോഫിറ്റ് ഷെയറിംഗ് മോഡൽ? ഇങ്ങനെ വരുമ്പോൾ, ബദൽ സംവിധാനം വരുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് മോട്ടീവ് എന്തായിരിക്കണം? പ്രോഫിറ്റ് ഷെയറിംഗ് മോഡൽ എന്തായിരിക്കണം? പ്രോഫിറ്റ് റീസണിങ് എന്തായിരിക്കണം? ഇതെല്ലാം ചോദ്യങ്ങളായി വരണം. ഇതെല്ലാം നമ്മൾ ബദൽ സംവിധാനങ്ങൾ എന്ന് പറയുമ്പോൾ ആലോചിക്കണം. അല്ലെങ്കിൽ അത് ബദൽ സംവിധാനമായി തുടങ്ങി വേറൊരു രീതിയിൽ മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ഡിജിറ്റൽ ക്യാപിറ്റലിസ്റ്റ് ഒക്കെ റെവല്യൂഷണറീസ് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഈ ചെറുപ്പക്കാരൻ മാർക്ക് സക്കർബർഗ്, അല്ലെങ്കിൽ നമ്മുടെ ആപ്പിളിൻ്റെ ഫൗണ്ടർ, they were all revolutionaries in technological sense. അവരൊക്കെ they were like dropouts, they were like hippies in some sense. പക്ഷെ അവരിന്ന് ലോകത്തെ തന്നെ അടക്കി പിടിക്കുന്ന ഒരു രീതിയിലാണ് അവരുടെ പ്രവർത്തനവും അവരുടെ സംസാരവും, അല്ലേ? അപ്പം അതും ഈ നമ്മുടെ ഒരു ജീവിതത്തിൽ തന്നെ നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത് ഈ ഡിജിറ്റലിസത്തിനെ മനസ്സിലാക്കണം എന്നുള്ളതാണ് എൻ്റെ ചുരുക്കത്തിൽ പറഞ്ഞാൽ എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം ഡിജിറ്റൽ മീൻസ്, സ്പെസിഫിക്കലി ഡിജിറ്റൽ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഡെമോക്രറ്റൈസിങ് പ്രോജക്റ്റ്. അതൊരു ജനാധിപത്യത്തിൻ്റെ ഒരു രീതിയാണത് ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ. പക്ഷെ അത് കേന്ദ്രീകരിക്കുമ്പോൾ അത് വളരെ അപകടമായി മാറുന്നു എന്നുള്ളതാണ്. When the digital becomes centralized, when it accretes power, then it becomes very powerful. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ആറ്റംസ് ഇങ്ങനെ സെൻട്രലൈസ് ചെയ്യുമ്പോൾ അതിനൊരു പൊട്ടൻസി വരുന്നില്ലേ? ഒരു ബോംബ് എന്നൊക്കെ പറഞ്ഞ രീതിയിലൊരു പൊട്ടൻസി വരുന്നില്ലേ? ആ ഒരു രീതിയിലുള്ള അത് വളരെ ഒരു ഹാർഷ് കമ്പാരിസണായി തോന്നാം. പക്ഷെ അങ്ങനെയാണ് ഈ ഡിജിറ്റൽ, പിക്സൽ, ഒരു പിക്സലേറ്റഡ് വേൾഡ്. ഇതൊക്കെ പിക്സൽസ് ആണ്. ഡിജിറ്റൽസ് ആർ ഓൾ അബൌട്ട് പിക്സൽസ്. നമ്മൾ ഇന്നത്തെ കാലഘട്ടം എല്ലാം പിക്സൽസ് ആണ്, പിക്സലേറ്റഡ് വേൾഡ്. അതിൻ്റെ ഒരു ഉദാഹരണം. എന്നാൽ ഡിജിറ്റലാണ് നമുക്ക് അനുയോജ്യമായ ഒരു സാങ്കേതിക വ്യവസ്ഥ. കാരണം വി ആർ ആക്ച്വലി ഡിജിറ്റൽ. നമ്മുടെ ചിന്തയിൽ നമ്മൾ ഒരു കാര്യം ഒരേ സമയം നമുക്കെല്ലാം ഒരേ സമയത്ത് നമുക്ക് പലതും ആലോചിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഒരേ സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ പറ്റുന്നുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് അനുയോജ്യമായ ഒരു സാങ്കേതിക ഡിവൈസാണ് ഡിജിറ്റൈസേഷൻ. അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ സ്ക്രീനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു സാധാരണ ടെലിവിഷൻ സ്ക്രീനിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ടെലിവിഷൻ സ്ക്രീനിൽ ഒരു 10-16 ഐറ്റംസ് ഒരേ സമയത്തുണ്ടാവും. ഒരാൾ സംസാരിക്കുന്നു, അതിൻ്റെ ഇടയിൽ ഒരു വിഷ്വൽ വരുന്നു, 3 ബാൻഡ് ഉണ്ടാവും ചോട്ടിൽ, ന്യൂസ് ഫ്ലാഷ്, സ്റ്റോക്സ് ആൻഡ് കമോഡിറ്റീസ്, വെതർ. ഒരു ബ്ലൂംബർഗ് സ്ക്രീനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ 10-16, അറ്റ്ലീസ്റ്റ് 16 ഫാക്ടേഴ്സ് വിൽ ബി സൈമിൾട്ടേനിയസ്ലി പ്ലേയിങ്. നമുക്ക് ഒന്നിലെ ശ്രദ്ധ ചെലുത്താൻ പറ്റുമെങ്കിൽ
വെറുതെ ഇവരിങ്ങനെ പൈസയും സമയവും ചിലവാക്കി ചെയ്യേണ്ട കാര്യം? കാരണം അവർക്കറിയാം ദ ഹ്യൂമൻ മൈൻഡ് ഇസ് ഡിജിറ്റൽ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കാൻ പറ്റും. അതിൽ നമ്മളാണ് പ്രയോറിറ്റി. ഇതാണ് എനിക്ക് ആവശ്യമുള്ള കാര്യം, ഇതാണ് എനിക്ക് ആവശ്യമുള്ള ഈ സമയത്ത്, കുറച്ച് കഴിഞ്ഞാൽ ഇതാണ് എനിക്ക് ആവശ്യമുള്ള കാര്യം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഡിജിറ്റൈസിൻ്റെ ഒരു 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 കപ്പാസിറ്റി അനലോഗിൽ അങ്ങനെ ഒരു ഒരു സവിശേഷതയില്ല. നമ്മൾ ഡിജിറ്റൽ സറൗണ്ട് സൗണ്ട് എന്ന് പറയുന്നില്ലേ ഇപ്പോൾ ഒരു തിയേറ്ററിൽ പോയാൽ? അതിൻ്റെ അർത്ഥം എന്താ? ആദ്യമൊക്കെ നിങ്ങളൊന്നും എൻ്റെ ചെറുപ്പക്കാർക്ക് അറിയില്ല. പണ്ടൊക്കെ ഒരു സിനിമ കാണുകയാണെങ്കിൽ സ്ക്രീനിൽ നിന്നാണ് അതിൻ്റെ ശബ്ദം വരിക. ഇന്ന് യു ഹാവ് ഡിജിറ്റൽ സറൗണ്ട് സൗണ്ട്. അതായത് വാട്ട് വാസ് എൻ അനലോഗ് സൗണ്ട് ട്രാക്ക് ഹാസ് ബീൻ മെയ്ഡ് ഇൻ ടു ഇറ്റ്സ് ഡിവൈഡഡ് ഇൻ ടു ഇറ്റ്സ് ഡിജിറ്റൽ കമ്പോണൻറ്റ്സ് ആൻഡ് സ്പ്രെഡ് ഓൾ ഓവർ ദി തിയേറ്റർ. അപ്പോൾ അങ്ങനെ ഒരു ഡിജിറ്റൽ സറൗണ്ട് സൗണ്ട് എഫക്റ്റ് വരുന്നു. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നാച്ചുറലായിട്ട് കാര്യങ്ങൾ കേൾക്കുന്നത്, അങ്ങനെയാണ്. അപ്പോൾ അതിന് അനുയോജ്യമായ ഒരു ടെക്നോളജി വരുന്നു. അപ്പോൾ അതേ രീതിയിലാണ് എല്ലാ പ്രക്രിയയും ഡിജിറ്റലിൻ്റെ വരുന്നത്. അപ്പോൾ ഡിജിറ്റൽ ടെക്നോളജിയെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, അതെങ്ങനെ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു ബദൽ സംവിധാനം എന്ന് പറയുമ്പോൾ അതൊരു സാങ്കേതിക ബദൽ സംവിധാനം തന്നെയായിരിക്കണം. പ്രത്യേകിച്ചും പ്രൈമറിലി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ചെറുപ്പക്കാരായ പലരും ഉണ്ട്, അതിൽ യാതൊരു സംശയമില്ല. ഇപ്പം ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വാർത്താ മാധ്യമത്തിൻ്റെ രംഗത്ത് വാർത്തകൾക്ക് ഒരു ക്ഷീണം ശരിക്കും നോക്കിയാൽ ഒരു ക്ഷീണിച്ച രീതിയിലാണ് അല്ലേ? എല്ലാവരും ഒരേ കാര്യം പറഞ്ഞു പോകുന്നു, ഒരേ ചർച്ച, ഒരേ സ്റ്റുഡിയോയിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കാൻ നോക്കിയാലും ഇപ്പം തല്ലുപിടിക്കുക തന്നെ ഒരു നാടകീയമായ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് തല്ലുപിടിക്കുന്ന പോലെ അത് മാറ്റി. എന്നാൽ കേരളത്തിലുണ്ടാവുന്ന പുതിയ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, OTT പ്ലാറ്റ്ഫോംസിൽ ചിലതൊക്കെ തിയേറ്ററിലും വരുന്നുണ്ടാവും. ചെറുപ്പക്കാർ പലരും ഞാൻ കേട്ടിട്ടേ ഇല്ല, പുതിയ സാധാരണക്കാർ അഭിനയിക്കുന്നു. അതൊക്കെ വാർത്തകളാണ്. എവിടെയെങ്കിലും ഒരു ചെറിയ വാർത്ത, ഒരു കുറിപ്പ് കണ്ട് അതിനെ ഒരു ഡ്രമാറ്റൈസ് ചെയ്ത് ഫിക്ഷണലൈസ് ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ആ സാഹചര്യം മനസ്സിലാകുന്നു, നമ്മൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ, നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ, നമ്മുടെ അവസ്ഥ, ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കലാണ് മാധ്യമപ്രവർത്തനം എന്ന് പറയേണ്ടത്. സ്റ്റോറി ടെല്ലിംഗ്, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് സ്റ്റോറി ടെല്ലിംഗ് എന്ന് ആരെങ്കിലും വിശേഷിപ്പിക്കുമോ? സ്റ്റോറി എന്ന് പറഞ്ഞാൽ കഥ എന്നല്ല അർത്ഥം, കെട്ടുകഥ എന്നല്ല അർത്ഥം. അതിൻ്റെ കഥ, നമ്മുടെ കഥ, നമുക്ക് യാഥാർത്ഥികമായ നമ്മുടെ കഥ. ആ സ്റ്റോറി ടെല്ലിങ്ങിൽ ട്രൂത്ത് ടെല്ലിംഗ് ഉണ്ടായിരിക്കണം. ആ ട്രൂത്ത് ടെല്ലിംഗ് ഉള്ളതാണ് ഞാൻ ഈ പറഞ്ഞ ഈ സിനിമകൾ, ഈ OTT പ്ലാറ്റ്ഫോംസിലെ പരമ്പരകൾ, സിനിമകൾ. ഇതൊക്കെ ഇന്ത്യയിൽ, മലയാളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഒട്ടാകെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്, ലോകമൊട്ടാകെ ശ്രദ്ധിപ്പിക്കും. ഇന്ന് ബോളിവുഡ് ഒന്നുമല്ല. ഞാനിത് വെറുതെ പ്രസംഗത്തിന് വേണ്ടി പറയല്ല. ബോളിവുഡ് എന്ന് പറയുന്ന, ബോംബെയിലെ ബോളിവുഡ് എന്ന് പറയുന്നത് ഒന്നുമല്ലാതെ മാറി. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭമായ എന്താ പറയുക, ക്രിയേറ്റീവ് ഫോക്കസ് നോഡൽ ഏജൻസി, അതായത് നല്ല ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് നടക്കുന്ന ഒരു സ്ഥലം കേരളം തന്നെയാണ്. കേരളത്തിലെ സിനിമകൾ, കേരളത്തിൽ നിന്നും വരുന്ന സിനിമകൾ, പരമ്പരകൾ, നമ്മുടെ ടെലിവിഷൻ സ്ക്രീനിൽ വരുന്ന പരമ്പരകളല്ല പറയുന്നത്, OTT പ്ലാറ്റ്ഫോംസിൽ വരുന്നത്. നമ്മുടെ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ്, വേദൻ, ഇവരെയൊക്കെ നമുക്ക് പലരും നമ്മൾ വെറുതെ നിസ്സാരമായ കാര്യമായിരിക്കും. ദേ ആർ ഗോട്ട് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വെച്ചാൽ ഒരു പുതിയ തലമുറ തന്നെ അവർ പറയുന്നതും പാടുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഇവിടുത്തെ മ്യൂസിക്കൽ ബാൻഡ്സ് ലോകമൊട്ടാകെ അറിയപ്പെടുന്നതാണ്. അവർ ലോകം മുഴുവൻ കറങ്ങിപ്പോകുന്നവരാണ്. ഇവരൊന്നും നമ്മുടെ മാധ്യമത്തിൻ്റെ ഒരു ഭാഗമായി നമ്മൾ കണക്കാക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി തന്നെ കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഔദ്യോഗികം എന്ന് പറയുക, ഒരു ഫോർമൽ കൾച്ചർ എന്ന് പറയില്ലേ. അതുകൊണ്ട് നമുക്ക് മാധ്യമം, ഡിജിറ്റൽ സംസ്കാരം, മാധ്യമം നമ്മൾ മാറ്റി എഴുത്തണം, അത് അഴിച്ചു പണിയണം. നമ്മുടെ അതിനെപ്പറ്റി വീക്ഷണം തന്നെ മാറ്റണം എന്നുള്ളതാണ്
എൻ്റെ അഭ്യർത്ഥന. എന്നാലാണ് നമ്മൾ ശരിക്കുള്ള നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു ബദൽ സംവിധാനം, ആ മാധ്യമങ്ങൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മാധ്യമ പ്രവർത്തനം, അല്ലെങ്കിൽ ഒരു വാർത്താവിനിമയം, മാധ്യമ പ്രവർത്തനം പോലും വേണ്ട, ആയിരിക്കും ബദൽ സംവിധാനം. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. ഇപ്പം ഞാനൊരു മാർക്സിസ്റ്റ് ട്രെയിനിങ്ങുള്ള ആളുണ്ട്. മാർക്സിസത്തിൽ നമ്മൾ പറയും ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ എന്ന് വിശേഷിപ്പിക്കും. സമുദായത്തിൽ ബേസ് ഉണ്ട്, സൂപ്പർ സ്ട്രക്ചർ. പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ കൺവെൻഷനലായിട്ട് ഈ ബേസ് പ്യുവർ എക്കണോമിക്സ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. എക്കണോമിക് ഡിറ്റർമിനിസം ആണ് ബേസ്. സൂപ്പർ സ്ട്രക്ചർ കൾച്ചർ അല്ലെങ്കിൽ ബിഹേവിയറൽ പാറ്റേൺസ്, പീപ്പിൾസ് ആസ്പിറേഷൻസ്. റേമൻ വില്യംസ് എന്ന് പറയുന്ന മാർക്സിസ്റ്റ്, വളരെ ഒരു ഫേമസ് മാർക്സിസ്റ്റ് ഫിലോസഫർ പറയുന്നത് കൾച്ചർ ഷുഡ് ബി ഈസ് എ പാർട്ട് ഓഫ് ദ ബേസ് ഇൻ ദ മാർക്സിസ്റ്റ് സ്കീം ഓഫ് തിങ്സ് എന്നാണ്. സംസ്കാരം അതിൻ്റെ ഒരു ബേസാണ്. ഡിജിറ്റൽ സംസ്കാരത്തിൽ ആ ബേസ് എന്ന് വെച്ചാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സംസ്കാരമാണ്. അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അതാണ് യാഥാർത്ഥ്യങ്ങൾ. ഇന്ന് വരുന്ന ചില സിനിമകളൊക്കെ അതൊക്കെയാണ്. ഒന്നുമില്ല, ഒരാളൊരു ഗോൾഡ് ലോൺ വാങ്ങിച്ചു, അത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, അതൊരു സിനിമയായി മാറുന്നു, ഗംഭീരമായൊരു സിനിമയായി മാറുന്നു. ഞാൻ കണ്ട കാര്യങ്ങൾ അങ്ങനെ, ചെറുകിട കാര്യങ്ങൾ വെച്ചിട്ടാണ് സിനിമകൾ. പക്ഷെ ഇതൊക്കെ നമ്മുടെ വീട്ടുകൾ, നമ്മുടെ സ്ത്രീകൾ അല്ലെങ്കിൽ കുട്ടികൾ, നമ്മുടെ അമ്മാവന്മാർ, അച്ഛന്മാർ, അമ്മമാർ അനുഭവിക്കുന്ന ദൈനംദിന പ്രശ്നങ്ങളാണ്. അതാണ് സംസ്കാരം. അല്ലാതെ അത് വേറൊരു സംസ്കാരം ഉണ്ടായിരിക്കാം. കഥകളി, ഭരതനാട്യം, മറ്റെങ്കിൽ ഓട്ടംതുള്ളൽ, അല്ലെങ്കിൽ ഇതൊക്കെ വലിയ എന്തൊക്കെ പണ്ടൊക്കെ പറയും ക്ലാസിക് ആർട്സ് ആൻഡ് ഫോക്ക് ആർട്സ്, അതൊക്കെ മാറിക്കഴിഞ്ഞു. അപ്പം ഇങ്ങനെ ഒരു വ്യാഖ്യാനം, സമുദായത്തെ പറ്റി ഒരു വ്യാഖ്യാനം തന്നെ നമ്മളെ കൊണ്ട് നിർബന്ധിതമായി ആലോചിക്കാൻ കൽപ്പിക്കുന്ന ഒരു പുതിയ പ്രക്രിയയാണ് ഡിജിറ്റൽ മീഡിയ, ഡിജിറ്റൽ ഇൻഫർമേഷൻ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പുതിയ രൂപങ്ങൾ ഉണ്ടാക്കണമെന്നുള്ളതാണ് ഒരു ബദൽ സംവിധാനത്തിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ശരിക്കും ഒരു ബദൽ സംവിധാനം നമുക്ക് ഇപ്പോൾ വരുന്ന വലിയ വൻകിട കുത്തകകളോട് എതിരായിട്ട് നമുക്ക് പ്രൊസഷൻസ് നടത്താം, അവർക്കെതിരായിട്ട് നമുക്ക് ഡെമോൺസ്ട്രേഷൻസ് നടത്താം. അതുകൊണ്ടൊന്നും ഈ ലോകം പോകുന്ന രീതി മാറില്ല. പക്ഷേ കേരള വിഷന് എൻ്റെ രൂപത്തിൽ തന്നെ ഇതിൻ്റെ ഒരു തുടക്കമുണ്ട്. കാരണം ഒരു കൂട്ടായ്മയാണിത്. ഇതൊരു കൺഫെഡറേഷൻ ഓഫ് കേബിൾ ഓപ്പറേറ്റേഴ്സാണ്. ആ കൺഫെഡറേഷനായിട്ട് തന്നെ അത് 1, 2, 3 കൊല്ലം വന്നല്ല, ഒരുപാട് പതിറ്റാണ്ടുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അങ്ങനെ ഒരു സംവിധാനത്തിന് തീർച്ചയായിട്ടും ഒരു ബദൽ സംവിധാനം ഈ ഒരു രീതിയിൽ മുന്നോട്ട് വയ്ക്കാൻ പറ്റും. കേരളത്തിൽ ഒരു പൊതുവെ ഒരു പുരോഗമന ഒരു പെർസ്പെക്റ്റീവ് ഉള്ള ഒരു സ്റ്റേറ്റ് ലൈക്ക് കേരള, അവിടെ നിന്നായിരിക്കണം ഈ ഒരു വിപ്ലവം ഇന്ത്യയിൽ തുടങ്ങേണ്ടതുകൊണ്ടാണ് എൻ്റെ പ്രത്യാശ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാരവാഹികൾക്കും എല്ലാവർക്കും എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.